എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ അവലും മുട്ടയും കൊണ്ട് ഒരു അടിപൊളി പലഹാരമാക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പലഹാരമാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ബൗളിലേക്ക് കുറച്ച് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്തിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ ഒരു ഉള്ളിയും പച്ചമുളകും വേണം. അപ്പോൾ അതും കൂടെ ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി തീരെ ചെറുങ്ങനെ അരിഞ്ഞെടുക്കാം. ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്തത്. അതേപോലെ തന്നെ പച്ചമുളകും ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് മല്ലിച്ചപ്പും കൂടെ ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അവലിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉള്ളിയും അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടെ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞ് വെച്ച്. അപ്പോൾ അതും കൂടെ അവലിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. ഇനി എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതിനകത്ത് ഉപ്പ് ചേർക്കേണ്ട. ഓൾറെഡി നമ്മൾ അവലിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഉപ്പ് ചേർക്കേണ്ട. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അവലിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. മുട്ടയും കൂടെ അവലിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് കണക്കായിട്ടുണ്ടോ നോക്കുക. അല്ലെങ്കിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഉരുളകളാക്കുകയാണ് ചെയ്തത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ ഇതൊന്ന് പാകം ചെയ്തെടുക്കാം. അങ്ങനെ പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പുറവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുത്താൽ മതി. എണ്ണയിലേക്ക് ഇട്ടാടും അത് മറിച്ചിടാൻ പാടില്ല. കുറച്ച് ഇട്ട് മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഇളകി വരും. അപ്പോൾ കുറച്ചൊരു ഇതായതിന് ശേഷം അപ്പുറം വശത്തേക്കും കൂടെ മറിച്ചിടാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. അപ്പോൾ ഇത് തിരിച്ചിട്ടിട്ടുണ്ട്. ഒരു ദിവസം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മറുവശം കൂടെ വെന്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. മുട്ടയാവലും കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നടുക്കേക്കൂടെ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേന് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്